ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൊട്ടാച്ചീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുൽക്കൂടാണ്. ക്രിസ്മസിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് പുൽക്കൂട്. ഗായ്സ്, നമുക്കിത് ഓൺ വോയിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടോട്ടൽ വീഡിയോ എല്ലാം കൂടെ എടുത്ത് വന്നപ്പോഴത്തേക്കും ലെങ്ത് കൂടി. അപ്പോഴത്തേക്കും നമ്മളത് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ചെയ്യുന്നതിപ്പം നമ്മൾ പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള സാധനം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്ന റീപ്പർ കൊണ്ടാണ്. അതുകൊണ്ട് ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ചു. നമ്മളിപ്പോൾ പുൽക്കൂട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് പശ കൊണ്ട് നമ്മൾക്കിത് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങളിപ്പോൾ കാണുന്ന ക്രിസ്മസ് ട്രീക്കുള്ള സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡും പുൽക്കൂടും കൂടെ നമ്മളവിടെ വെച്ചിട്ട് അതിനകത്ത് വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ക്രിസ്മസ് ട്രീസും കുറേ സാൻഡയും കുറേ പുൽക്കൂടും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കുറേ സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ള സാൻഡാസായിരുന്നു. അവിടെ മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു സാൻഡ. നമ്മളെന്നിട്ട് അവിടെ നിന്ന് നേരെ കൊല്ലം ബീച്ചിലോട്ട് പോയി. ക്രിസ്മസ് തൊപ്പടുത്തൊന്ന് വരാൻ പറയോ? അവിടെ കറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു. ഉപ്പിലിട്ടത് വാങ്ങിച്ചത് അമ്പഴങ്ങയും മാങ്ങയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ചു. നമ്മുടെ അമ്മമ്മ ആദ്യമായിട്ടാണ് ഗൈസ് ബീച്ചിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ വന്ന് അമ്പഴങ്ങയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി തങ്കശ്ശേരി ഭാഗത്തോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുറേ ലൈറ്റും ഒക്കെ ആയിട്ട് ആ കാണുന്ന പള്ളിയിൽ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവിടെയൊക്കെ നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ വലിയ ഒരുക്കമൊന്നും കണ്ടില്ല, ലൈറ്റ് ഇട്ടേക്കുന്നതല്ലാതെ. ഇവിടെ നന്നായിട്ട് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പുൽക്കൂടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയെടുക്കാൻ സമയമില്ലായിരുന്നു. നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതോ 10-12 മണിയോളം ആവാറായി. അതുകൊണ്ട് നമ്മൾ നിന്നൊന്നും എടുത്തില്ല. ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അവിടെ ഉണ്ടായിരുന്ന ട്രീക്കകത്ത് തന്നെ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാക്കി. ഇത് കണ്ടോ ഗൈസ്, ടൈറ്റാനിക് കപ്പൽ പോലത്തെ കപ്പലാണ്. പക്ഷെ അത്രയും വലിപ്പമില്ല.
ഇതിനകത്ത് കയറണമെന്നുണ്ട്, എങ്ങനെ കയറണമെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ ആയിട്ട് ലൈറ്റ് ഇട്ടിട്ട് ക്രിസ്മസ് ട്രീ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റായിരുന്നു. അത് വീഡിയോയിൽ കാണുന്നതുകൊണ്ട് അത്രയ്ക്ക് രസം തോന്നത്തില്ല, പക്ഷേ റിയലായിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പം ലിയോയെയും റോളക്സിനെയും വിക്രമിനെയും കൈദിയും എല്ലാവരെയും കണ്ടിട്ടാണ് ഗൈസ് നമ്മൾ വന്നത്. ഇവിടെയും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വലിയ സ്റ്റാറൊക്കെ ഇട്ട് കുണുങ്ങുന്ന സാൻ്റയൊക്കെ ഇട്ടായിരുന്നു. അത് കണ്ടില്ലേ, നല്ല രസമായിട്ടാണ് സാൻ്റ കുലുങ്ങുന്നത്. അവിടെ നല്ല മഞ്ഞിങ്ങനെ കിടക്കുന്ന മരവും തറ മൊത്തം മഞ്ഞാണ്. പിന്നെ പുൽക്കൂടും ഉണ്ടായിരുന്നു. അവർക്ക് പുൽക്കൂടിനകത്ത് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട് അതിനകത്ത്. നിങ്ങൾ നോക്ക്, ഫുട്ബോൾ കളിക്കുക യേശുവിനെ കിടന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ലൈറ്റാണ്, അവിടെ ഫുള്ള് ലൈറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ രസമൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം, എങ്കിലേ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ രസം. നല്ല രസമാണ് ഗൈസ്. അപ്പോഴത്തേക്കും അവിടുന്ന് ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ആൾക്കാരൊക്കെ ഒരുങ്ങിയിട്ട്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഇറങ്ങി എടുത്തില്ല. സാൻ്റയൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കുറേ സ്റ്റാർസും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അവിടെ ഫുള്ള് ലൈറ്റായിരുന്നു. വീണ്ടും അതേപോലെ സാൻ്റ, പക്ഷേ ആ സാൻ്റ കുണുങ്ങുന്നില്ല. അവിടെ അവരിതുവരെ ചെയ്ത് തീർന്നിട്ടില്ലായിരുന്നു. അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ പുൽക്കൂടെല്ലാം സെറ്റാക്കി, ലൈറ്റൊക്കെ ഇട്ട്. അതിനകത്ത് കിണറൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അതിൻ്റെ പുറത്തായിട്ട് കിണറൊക്കെ ഉണ്ട്, ഈ ഒട്ടകം നിൽക്കുന്നിടത്തായിട്ട്. റോഡിൻ്റെ നടുക്ക് വലിയൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് എല്ലാ മരത്തിലും കുറേ ലൈറ്റൊക്കെ ഇട്ട് വലിയ പുൽക്കൂടൊക്കെ ആയിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു പുണ്യാളനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവിടെ ഫുള്ള് ലൈറ്റും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇവിടെയും ഉണ്ടായിരുന്നു പുൽക്കൂട്. ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് പുൽക്കൂട്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറേ വെറൈറ്റി പുൽക്കൂടുകൾ കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നേരത്തെ ചെയ്ത സ്റ്റാൻഡിനകത്തോട്ട് ഇപ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ കറക്കി ഇതാക്കി കൊടുത്ത് ചുറ്റിക്കൊടുത്ത്. ബാക്കി പരിപാടി നമ്മൾ രാവിലെയാണ് ചെയ്തത്. ഉറക്കം തൂങ്ങിയാണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ആ ബോളും ആ ബെല്ലും ഒക്കെ നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തു. നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. കമ്പിത്തിരി പൊട്ടിത്തെറിച്ച ഒരു മരം. അത് എവിടുന്ന് എന്തൊരു മരമാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതിനകത്തും കൂടി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴേ നല്ല രസമായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്ത് അതിനകത്ത് കച്ചിയൊക്കെ വെച്ച് രൂപങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ തന്നെ ചെയ്തെടുത്ത ഹാപ്പി ക്രിസ്മസ് ആണിത്. രാത്രി ആയപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പത്തിരി പൊട്ടിത്തെറിച്ച മരമാണ് ഇതോ അപ്പുറത്തിരിക്കുന്നത്. പുൽക്കൂട് ഇങ്ങനെ ആയി. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ പള്ളിയിൽ പോയി. അവിടെ ഒരു ലൈറ്റ് ട്രീ ഉണ്ടായിരുന്നു. അതിനകത്ത് മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി ഗിഫ്റ്റൊക്കെ വെച്ച് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ലൈറ്റ് സെറ്റിംഗ് ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ആ പള്ളിയുടെ അകവും കാണാൻ നല്ല രസമാണ്.
എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഈ വർഷത്തെ പുൽക്കൂട് ഇച്ചിരി ശോഷിച്ചു പോയി. സാധാരണ നല്ലതായിരുന്നു, ഞങ്ങൾ എല്ലാ വർഷവും ഈ പള്ളിയിൽ വരുന്നതാണ്. ബാക്കി എല്ലാ ക്രിസ്മസിനും നല്ലതായിരുന്നു ഇതുവരെ വന്നിട്ടുള്ളതിൽ. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എങ്കിലും കൊള്ളാം. അവിടെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു, അത് കയറുകൊണ്ട് ചുറ്റിയെടുത്തതാണ്. നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ഉണ്ണീശുവിനെ വെച്ച് അങ്ങനെ ക്രിസ്മസായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.